പൗലോസ് ശ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത കൂടുതൽ വിലയുള്ളതാണ്. കാരണം അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ദൈവഭക്തിയിൽ പരിശീലനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ശാരീരികമായ പരിശീലനമുണ്ട്, ആത്മീയമായ പരിശീലനമുണ്ട്. ശാരീരികമായ പരിശീലനം നമ്മളെല്ലാവരും പലപ്പോഴും ശാരീരികമായ പരിശീലനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എപ്പോഴാണ് നമ്മളിൽ ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരും കളിക്കാൻ പോകുന്നവരും, അല്ലെങ്കിൽ ചിലരൊക്കെ യോഗ ചെയ്യുന്നവർ, അല്ലെങ്കിൽ മറ്റ് എക്സസൈസൊക്കെ ചെയ്യുന്നവരാണ്. കാരണം ശാരീരികമായ പരിശീലനം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ശാരീരികമായ പരിശീലനം കൊടുക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ, നമ്മുടെ ആരോഗ്യം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ നമുക്ക് ശാരീരികമായ പരിശീലനം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ചിലരൊക്കെ രാവിലെ തന്നെ യോഗയ്ക്ക് പോകുന്നവരുണ്ട്, ചിലരൊക്കെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. സെമിനാരികളിലും ഒക്കെ ആണെങ്കിൽ സ്പോർട്സും ഗെയിംസും ഒക്കെയുണ്ട്. അപ്പോൾ ഈ ശാരീരികമായ പരിശീലനം ആവശ്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ പൗലോസ് ശ്ലീഹ പറയുക, അതുകൊണ്ട് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം എന്തിനു വേണ്ടിയാണ്? ശാരീരികമായ പരിശീലനം നമ്മുടെ ക്രമരഹിതമായ ഭക്ഷണശൈലിയിലൂടെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിയാനിട വരുന്നു. ഇതിനെ നമ്മളൊന്ന് പുറത്തേക്ക് കളയേണ്ടതുണ്ട്. അങ്ങനെ ഈ ക്രമരഹിതമായ ഭക്ഷണശൈലിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന കൊഴുപ്പിനെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞാലേ നമ്മുടെ ആരോഗ്യം കൂടുകയുള്ളൂ, ആയുസ് വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതുകൊണ്ട് കുറേയൊക്കെ പ്രയോജനമുണ്ട്. അതാ പൗലോസ് ശ്ലീഹ പറയുന്നത്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്. കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ കൂട്ടും, നമുക്ക് കൂടുതൽ സന്തോഷം നൽകും, അതോടൊപ്പം നമ്മുടെ ആയുസ് വർദ്ധിക്കാനും ഇടവരുന്നു. എന്നാൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ആത്മീയ പരിശീലനം അതിനേക്കാൾ കൂടുതൽ വിലയുള്ളതാണ്. ആത്മീയ പരിശീലനം കൂടുതൽ വിലയുള്ളതാണ്. എന്തുകൊണ്ടാണ് ആത്മീയ പരിശീലനം കൂടുതൽ വിലയുള്ളതാകുന്ന വചനത്തിലൂടെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ശാരീരികമായ പരിശീലനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ വച്ചാണ് അതിൻ്റെ നന്മകൾ കിട്ടുന്നത്, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഒരു സിസ്റ്റർ രാവിലെ എഴുന്നേറ്റ് എന്നും എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അച്ഛൻ രാവിലെ എഴുന്നേറ്റ് എന്നും ഓടി കളിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ വച്ചാണ്. പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, എന്നാൽ ആത്മീയത കൂടുതൽ വിലയുള്ളതാണ്. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ വാഗ്ദാനങ്ങൾ ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും ഉൾക്കൊള്ളുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനം ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ലഭിക്കുക, വരാനിരിക്കുന്ന ജീവിതത്തിൽ ലഭിക്കും. വരാനിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണശേഷം നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ അരികിൽ നമ്മൾ ചെന്നും. അപ്പോൾ ദൈവത്തോട് നമ്മൾ പറയുകയാണ്, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ദിവസവും യോഗ ചെയ്തിരുന്നു, ഞാൻ ദിവസവും ഫുട്ബോൾ കളിച്ചിരുന്നു, ദിവസവും ഞാൻ വോളിബോൾ കളിച്ചിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ആത്മീയ ജീവിതത്തിലില്ല. എന്നാൽ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വരാനിരിക്കുന്ന ജീവിതത്തിൽ ഏറെ ഫലങ്ങൾ കിട്ടും. അതാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയ പരിശീലനം എന്താണ്? അപ്പോൾ ശാരീരികമായ പരിശീലനം എന്ന് പറയുന്നത് ക്രമരഹിതമായ ഭക്ഷണശൈലിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന കൊഴുപ്പിനെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് നമ്മുടെ ശരീരത്തെ ഫിറ്റാക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഫിറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അത് ക്രമരഹിതമായ ജീവിതശൈലിയിലൂടെയാണ് നമ്മുടെ ആത്മാവിന് ദോഷമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. ക്രമരഹിതമായ ജീവിതശൈലികളിലൂടെ നമ്മുടെ ആത്മാവിന് ദോഷകരമായ കൊഴുപ്പ് വന്നടിയുന്നുണ്ട്. ക്രമരഹിതമായ വായനകളിലൂടെ, ക്രമരഹിതമായ സൗഹൃദങ്ങളിലൂടെ, ക്രമരഹിതമായ ബന്ധങ്ങളിലൂടെ, ക്രമരഹിതമായ ആഗ്രഹങ്ങളിലൂടെ, അങ്ങനെ ക്രമരഹിതമായ കാഴ്ചകളിലൂടെ, അങ്ങനെ ക്രമരഹിതമായ ജീവിതശൈലികളിലൂടെ നമ്മുടെ ആത്മാവിൽ അടിയുന്ന
ഇങ്ങനെ ആത്മാവിന് ദോഷകരമായ കൊഴുപ്പ് നമ്മൾ കളയേണ്ടതുണ്ട്. അത് കളഞ്ഞാലേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരാനും ഉയരാനും സാധിക്കുകയുള്ളൂ. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവഭക്തിയിൽ പരിശീലനം നേടി നമ്മൾ ഒരു ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നുപോയാൽ തീർച്ചയായും അതാണ് നമുക്ക് കൂടുതൽ ഉപകാരമുള്ളതും വിലയുള്ളതും. അതാണ് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. 1 തിമോത്തി, ഞാൻ നേരത്തെ പറഞ്ഞ വചനം 1 തിമോത്തി 4 അധ്യായം 7-8 തിരുവചനങ്ങൾ. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത കൂടുതൽ വിലയുള്ളതാണ്. കാരണം അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, ആത്മാവിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുക, വരാനിരിക്കുന്ന ജീവിതത്തിലും അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആത്മീയ പരിശീലനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് ഈശോ പൗലോസ് ശ്ലീഹായിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ആത്മീയ പരിശീലനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചെടുക്കുക. ശരീരത്തിന് പരിശീലനം നൽകി ശരീരത്തിന് ദോഷകരമായ കൊഴുപ്പിനെ നമ്മൾ വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ പുറന്തള്ളുന്നത് പോലെ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്നിട്ടുള്ള ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് ആത്മാവിനെ നമ്മൾ പരിശീലനം നൽകി വിശുദ്ധീകരിച്ചെടുത്ത് നമ്മൾ ആത്മാവിൽ കൂടുതൽ കൃപയും അഭിഷേകവും ഉള്ളവരായി മാറേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ന് അങ്ങനെ നമ്മുടെ ആത്മാവിനെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ജീവിത വഴികളിൽ വന്നുപോയ വീഴ്ചകൾ കണ്ടെത്താനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ ആത്മീയ പരിശീലനം എളുപ്പമാകും. ദൈവം പഴയ നിയമത്തിൽ ദൈവം സാവൂളിനെ തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സാമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കും. 1 സാമുവേൽ 15 അധ്യായം 11 തിരുവചനം. അവിടെ ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്ത് രാജാവാക്കിയതിനു ശേഷം ദൈവത്തിന് സാവൂളിനെ കുറിച്ച് തോന്നിയ ഒരു കാര്യം ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നതാണ് അവിടെ. ഞാൻ നമ്മുടെ ദൈവവിളിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമായതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികളെ ആണ് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ദൈവം സാവൂളിനെ തെരഞ്ഞെടുക്കുന്നു. ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്തിട്ട് ഇവിടെ നമ്മൾ വായിക്കുക 1 സാമുവേൽ 15:11 ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. ദൈവത്തിന്റെ ഒരു ഖേദമാണ്. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തതിനെ പ്രതി ഖേദിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്? സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ഖേദിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം ഈ സാവൂളിനെ തെരഞ്ഞെടുക്കുന്നത് വളരെ എളിയ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. നമ്മൾ സാവൂളിനെ ദൈവം തെരഞ്ഞെടുക്കുന്ന ചരിത്രം പഠിച്ചാൽ നമുക്കവിടെ മനസ്സിലാക്കും. സാവൂളിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഈ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഗോത്രമാണ് ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിൻ ഗോത്രത്തിലെ വളരെ എളിമയുള്ള അല്ലെങ്കിൽ വളരെ ഒരു എളിമയുള്ള ഒരു കുടുംബമാണ്, ഒരു ചെറിയ കുടുംബമാണ് അബിയാലിന്റെ കുടുംബം, അബിയാലിന്റെ മകൻ കിഷിന്റെ കുടുംബം. അങ്ങനെ ഈ അബിയാലിന്റെ മകൻ കിഷിന്റെ കുടുംബം വളരെ ഒരു എളിയ കുടുംബമാണ്. ഈ കിഷിന്റെ മകൻ സാവൂളിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും നോക്കിയല്ല. ഒരു വളരെ എളിയ സാഹചര്യത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രം ബെഞ്ചമിൻ ഗോത്രം, അതിൽ വളരെ എളിയ ഒരു കുടുംബം അബിയാലിന്റെ കുടുംബം, അവിടെ അബിയാലിന്റെ മകൻ അബിയാലിന്റെ കുടുംബത്തിലെ കിഷിന്റെ കുടുംബം. ഈ കിഷിന്റെ കുടുംബത്തിൽ കിഷിന്റെ മകനായിട്ട് ജനിക്കുന്നതാണ് സാവൂൾ. അങ്ങനെ ഈ സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തു. സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്ത് അവന് പ്രത്യേകമായൊരു ദൗത്യവും ലക്ഷ്യവും ദൈവം കൊടുത്തിരുന്നു. അത് നിറവേറ്റാനുള്ള അഭിഷേകവും ദൈവം സാവൂളിന് കൊടുത്തിരുന്നു. ആദ്യ നാളുകളിൽ ദൈവം തെരഞ്ഞെടുത്തതുപോലെ തന്നെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് തന്നെ ഈ സാവൂൾ ദൈവകൽപ്പനകൾ അനുസരിച്ച്
ദൈവത്തോട് ആലോചന ചോദിച്ച് ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന് സന്തോഷമായിരുന്നു സാവൂളിനെ പ്രതി. പക്ഷെ കുറച്ചു കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ദൗത്യവും ലക്ഷ്യവും ഒക്കെ സാവൂൾ മറക്കാൻ തുടങ്ങി. ദൈവകൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങി. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളിലേക്കും സാവൂൾ കടന്നുപോകാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഒരു വളരെ എളിയ സാഹചര്യത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത്, പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തിയ ഈ മനുഷ്യൻ ആദ്യമൊക്കെ ദൈവത്തോട് സഹകരിച്ച് ദൈവ പദ്ധതികൾ അനുസരിച്ച് പോയെങ്കിലും പിന്നീട് ദൗത്യവും ലക്ഷ്യവും മറന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തെ മറന്നും ദൈവത്തിൽ നിന്ന് അകന്നും ഈ രാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് അതിൽ ഖേദം തോന്നുകയാണ്. അപ്പോൾ ദൈവം അവിടെ വചനത്തിൽ പറയുകയാണ്, സാവൂളിനെ രാജാവാക്കിയതിൽ എനിക്കിപ്പോൾ ഖേദം തോന്നുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഖേദം, ദൈവത്തിന്റെ ഒരു സങ്കടമാണത്. സ്നേഹമുള്ളവരെ, ഈ സാവൂളിന്റെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും സാവൂളിന്റെ സ്ഥാനത്ത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: എന്റെ പേര് ഞാൻ എടുത്തു വയ്ക്കണം, എന്റെ പേര് ഞാൻ എടുത്തു വയ്ക്കണം. ബിജുവിനെ, എന്റെ പേര് ബിജു എന്നാണ്, ബിജുവിനെ പുരോഹിതനാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് എന്റെ ദൈവം പറയുമോ? അല്ലെങ്കിൽ ഒരു റാണിയെ സിസ്റ്ററാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് എന്റെ ദൈവം പറയുമോ? എന്നാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയം. എന്നെ പുരോഹിതനാക്കിയതിൽ ദൈവം ഖേദിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുമോ? എന്നെ ഒരു സിസ്റ്ററാക്കിയതിൽ എനിക്ക് ഖേദം തോന്നുന്നുവെന്ന് ദൈവം പറയുന്നത് കേൾക്കേണ്ടി വരുമോ? നമ്മൾ തീർച്ചയായിട്ടും ഈ സാവൂളിനെ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ചരിത്രവും പോകുന്നത്. സാവൂളിനെ പോലെ തന്നെ എളിയ സാഹചര്യങ്ങളിൽ നിന്നാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും യോഗ്യതകളൊന്നും ഉണ്ടായിട്ടല്ല ദൈവം ഈ വളരെ എളിയ ഒരു കുടുംബത്തിൽ നിന്ന് സാവൂളിനെ തെരഞ്ഞെടുത്തതുപോലെ നമ്മുടെ കൂടെ പഠിച്ചവരെയും നമ്മുടെ കൂടെ വളർന്നവരെയും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ നമ്മളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളുമായിരുന്ന അവരിൽ നിന്നൊക്കെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ദൈവം ഒരു പ്രത്യേക സ്നേഹം നമ്മോട് കാണിച്ചുകൊണ്ട് മാത്രമാണ്. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നിട്ട് ദൈവം നമുക്കൊരു ലക്ഷ്യം തന്നു, ദൈവം നമുക്കെല്ലാവർക്കും ഒരു ദൗത്യം തന്നു, അത് നിറവേറ്റാനുള്ള അഭിഷേകവും നമുക്ക് തന്നു. കുറെ നാളുകളൊക്കെ നമ്മൾ ആ അഭിഷേകത്തിൽ, ആ ദൗത്യത്തിൽ, ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോയി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സാവൂളിനെ പോലെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളുമൊക്കെയായിട്ട് നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്ന നല്ലതാണ്. നമ്മൾ ദൈവം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതി ദൈവം പിന്നീട് ദുഃഖിക്കുകയാണ്, ഖേദിക്കുകയാണ്. അതാണ് ദൈവം അവിടെ പറഞ്ഞു വയ്ക്കുന്നത്, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, തീർച്ചയായും അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന് ഒരു ഖേദം തോന്നുവാൻ നമ്മൾ ഇടവരുത്തിയാൽ അത് തീർച്ചയായും അത് വലിയ ഒരു പരാജയമാണ് നമ്മുടെ ഭാഗത്ത്. അത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്റെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ദൈവത്തിനൊരു ഖേദം തോന്നുവാൻ ഇടയുണ്ടോ? എന്നെ പുരോഹിതനാക്കിയതിൽ, എന്നെ ഇത്രയും മാത്രം വളർത്തിയതിൽ, ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയതിൽ, എന്നെ ഒരു സിസ്റ്ററാക്കിയതിൽ, എന്നെ ഇത്രമാത്രം വളർത്തിയതിൽ, എനിക്ക് ഇത്രമാത്രം അഭിഷേകം തന്നതിൽ എന്റെ ദൈവം എന്റെ ഇന്നത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ ഖേദിക്കുവാൻ ഇടവരുമോ? ഇനി അങ്ങനെ ഖേദിക്കുവാൻ ഇടവരുമെങ്കിൽ, അങ്ങനെ നമുക്ക് ഒരു ആത്മീയ പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അനുതാപത്തിലേക്കും പുതിയ ഒരു ജീവിതത്തിലേക്കും നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ഒരു ആത്മശോധനയുടെ വിഷയം. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിൽ സന്തോഷിക്കണം, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിൽ സന്തോഷിക്കണം. ഞാൻ അവനെ തെരഞ്ഞെടുത്ത് നന്നായി, അവൻ എന്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ അവളെ തെരഞ്ഞെടുത്ത് നന്നായി, അവൾ എന്റെ തെരഞ്ഞെടുപ്പനുസരിച്ച്, എന്റെ ലക്ഷ്യമനുസരിച്ച് അവൾ പ്രവർത്തിക്കുന്നു. അപ്രകാരം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ നല്ല തുടക്കങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഉള്ളത്. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പൗലോസ് ലീഹ എഫേസുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരായത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരായത് എങ്ങനെയാണ്? പൗലോസ് ലീഹ അവിടെയുള്ള മനുഷ്യരോട്
വലിയൊരു സത്യം, ആത്മീയ സത്യം പറഞ്ഞു കൊടുക്കുക. ആത്മാവിൽ ആരംഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ അവസാനിപ്പിക്കുന്നത് ശരീരത്തിലാണെങ്കിൽ അത് വലിയ ഭോഷത്വമാണ്. ആത്മാവിൽ ആരംഭിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തവരും ദൈവം വളർത്തിയവരും അനുഗ്രഹം നൽകിയവരും അവസാനിപ്പിക്കുന്നത് ശരീരത്തിലാണെങ്കിൽ അത് വലിയ ഭോഷത്വമാണ്. അതാണ് പൗലോസ്ലീഹ വളരെ വേദനയോട് അവരോട് ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ, ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം നിങ്ങൾ എങ്ങനെയാണ് ഭോഷന്മാരായത്? അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ആത്മാവിൽ വളരാനും ആത്മാവിൽ വ്യാപരിക്കാനും ആത്മാവിൽ ഉയരാനും ആത്മാവിൽ വിശുദ്ധിയിൽ വളരാനും ഒക്കെയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. പക്ഷേ അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി, ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഏറെ മുമ്പോട്ട് പോയി. പക്ഷേ ആത്മാവിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി നമ്മളിൽ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് വചനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ആ വ്യക്തിയെ ദൈവത്തിന് വിളിക്കാനുള്ളത് ഭോഷൻ എന്നാണ്, ഭോഷ എന്നാണ്. അപ്പോൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യും നല്ലതാണ്. ആത്മാവിൽ തന്നെ വളരാനും ആത്മാവിൽ തന്നെ തുടരാനും ആത്മാവിൽ തന്നെ മുമ്പോട്ട് പോകാനും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഒരു വലിയ സത്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എവിടെയാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എവിടെയാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല തുടക്കം തുടങ്ങിയാൽ തന്നെ പകുതിയായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്. നല്ലതായിട്ട് തുടങ്ങുന്നത്, എവിടെ തുടങ്ങുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്, എവിടെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതും നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത്, എന്തിലാണ് അവസാനിപ്പിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഗലാത്യ സഭയിലെ മക്കളോട് ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ അറിയാനും ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിന്റെ വചനം അറിയാനും ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ തുടങ്ങിയവരല്ലേ? പിന്നെ ആരാണ് നിങ്ങൾ വീണ്ടും തിന്മകളിലേക്ക്, പഴയ സാഹചര്യങ്ങളിലേക്ക് ഒക്കെ നിങ്ങൾ വീണ്ടും ആരാ കൊണ്ടുപോയത്? എന്നിട്ട് പൗലോസ്ലീഹ വേദനയോട് ചോദിക്കുക, പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരംഭിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നിങ്ങൾ ശരീരത്തിൽ അവസാനിപ്പിച്ച് ഭോഷന്മാരായി തീരരുത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആത്മശോധന വിഷയമായിരിക്കട്ടെ. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് നമ്മൾ മറ്റുള്ളവരൊക്കെ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഇന്ന് എൻ്റെ ജീവിതം അവസാനിച്ചു പോവുകയാണെങ്കിൽ, ഇന്നൊരു അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ, ഞാൻ ആത്മാവിൽ തന്നെ വളർന്ന എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തുമോ? അത് ശരീരത്തിൽ അവസാനിപ്പിച്ച ഒരു ഭോഷനായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകേണ്ടി വരുമോ? അത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വലിയ ലക്ഷ്യം, ഒരു വലിയ ദൗത്യം ദൈവത്തിനുണ്ട്. അത് നിറവേറ്റാനുള്ള അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് എപ്രകാരം അതിനോട് നമ്മൾ വിശ്വസ്തരായിരുന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവ് തെരഞ്ഞെടുത്ത ചില നഗരങ്ങളെക്കുറിച്ച് വായിക്കും. അവിടെ നമ്മളിങ്ങനെ വായിക്കും, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ തിരുവചനങ്ങൾ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസിൻ, നിനക്ക് ദുരിതം! ബെത്സയിദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധിദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നു, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധിദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവ് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളെക്കുറിച്ചാണ് ഈശോ പിന്നീട് വിലപിക്കുന്നത്. അപ്പോൾ ഈ കൊറാസിനും ഈ ബെത്സയിദയും കഫർനാമും കർത്താവ് തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ പലരെയും തെരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ്. കർത്താവ് ഒത്തിരി സ്നേഹിച്ച നഗരങ്ങളാണ്. കർത്താവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളാണ്. പക്ഷേ ഈ നഗരങ്ങൾ കർത്താവിന്റെ വഴികൾ വിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ
കർത്താവ് വളരെ വേദനയോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ എത്ര പണ്ടേ ചാക്കൊടുത്ത് മാനസാന്തരപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നഗരങ്ങളുടെ സ്ഥാനത്ത് നമ്മളെ ഓരോരുത്തരെയുമാണ് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ നഗരങ്ങൾക്ക് മറ്റു നഗരങ്ങളെക്കാൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായതുകൊണ്ടല്ല ദൈവം ഈ നഗരങ്ങളിൽ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ ദൈവം ഈ നഗരങ്ങളിൽ നിന്ന് ദൈവത്തിന്, ക്രിസ്തുവിന് വേണ്ടവരെ തെരഞ്ഞെടുത്തത് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നിട്ടല്ല. പക്ഷേ എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇത്രയും അത്ഭുതങ്ങൾ നിന്നിൽ പ്രവർത്തിച്ചു. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരെത്ര പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, ദൈവം ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു നഗരമാണ് ഈ ജീവിതം. ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു നഗരമാണ് ഈ ജീവിതം. എൻ്റെ അയൽപ്പക്കത്തുണ്ടായിരുന്ന കുട്ടികളിൽ പ്രവർത്തിക്കാതിരുന്ന വലിയൊരു അത്ഭുതം ദൈവം എന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രവർത്തിക്കാതിരുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു നഗരമാണ് ഞാൻ. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് ഇത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കും. വലിയൊരു അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരും തന്നെ ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ചെയ്യുന്ന ജോലികൾ, ആ ദൗത്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, ഇതുവരെയുള്ള എൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മക്കളും അവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ഈ നഗരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് എന്നിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കർത്താവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ നഗരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഇതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട്, ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിലൂടെ എന്തെങ്കിലും നന്മകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, വാസ്തവത്തിൽ അത് തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ തമ്പുരാൻ ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ നഗരം തെരഞ്ഞെടുത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ നഗരത്തെ തെരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ദൈവം ഇങ്ങനെ നമ്മളോട് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്ന അത്രയും കാര്യങ്ങൾ ടൈറിനും സീദോനും ഞാൻ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവരെത്രയോ പണ്ട് ഇതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുമായിരുന്നു. അവരെത്രയോ പണ്ട് ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ വഴിയിലേക്ക് കടന്നു വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം വടവാതൂർ സെമിനാരിയിലെ ജൂബിലി ആഘോഷത്തിന്റെ സമയത്ത് ആ വർഷം അവിടുത്തെ തിയോളജിയൻസിനെയും ഫിലോസഫേഴ്സിനെയും ധ്യാനിപ്പിച്ചത് ഞാനായിരുന്നു. അപ്പോൾ അവരുടെ കോട്ടയം വടവാതൂർ സെമിനാരിയുടെ ജൂബിലി വർഷത്തിലെ ആ ധ്യാനം കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ ബ്രദേഴ്സ് എല്ലാവരും സ്നേഹത്തോടെ ആ ഒരു കാർഡ് എനിക്ക് തന്നു, ഒരു ഗ്രീറ്റിംഗ് കാർഡ് തന്നു. ആ കാർഡിൽ അവർ എഴുതിയിരുന്നൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവർ എഴുതിയിരുന്ന എങ്ങനെയാണ്: ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈ നഗരം ഇനിയും അനേകർക്ക് പ്രകാശം നൽകുന്ന നഗരമായി നിൽക്കട്ടെ. അതാണ് അവർ എനിക്ക് എഴുതി തന്ന ആശംസാവചനം, പ്രാർത്ഥനാവചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവം ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു നഗരമാണ് എൻ്റെ ഈ ജീവിതം. ഈ ജീവിതം ദൈവം ഒത്തിരിയേറെ തെരഞ്ഞെടുത്ത് എൻ്റെ ഈ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന് ഇങ്ങനെ പറയാൻ ഇടവരരുത്, നിന്നിൽ ഞാൻ പ്രവർത്തിച്ചതുപോലെ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ പോലെ മറ്റൊരു വ്യക്തിയിൽ നടന്നിരുന്നെങ്കിൽ അവർ ഇതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് ദൈവം പറയുന്നത് കേൾക്കുവാൻ ഇടവരാത്ത വിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനാൽ സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്,
എൻ്റെ വിളിയിലും ദൗത്യത്തിലും ലക്ഷ്യത്തിലും എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണോ? എന്തെങ്കിലും ഞാൻ തിരുത്താനുണ്ടോ? എന്തെങ്കിലും ഞാൻ വിശുദ്ധീകരിക്കാനുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അവിടെ 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങൾ, അവിടെ യേശുവിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നതാണ്. അവിടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ, അവിടെ ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വരികയാണ്. ധനികനായ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, അത് നീ പാലിക്കുക. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അങ്ങനെ കൊല്ലരുത്, ഇങ്ങനെയുള്ള പ്രമാണങ്ങളെക്കുറിച്ചൊക്കെ യേശു പറഞ്ഞിട്ട്, ഇതെല്ലാം നീ പാലിക്കുന്നുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഒന്നാലോചിച്ചിട്ട് ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. വചനത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്ന ഇങ്ങനെയാണ്: ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെയല്ല യേശുവിൻ്റെ അരികിൽ നിന്ന് തിരിച്ചുപോയത്. യേശുവിൻ്റെ അരികിൽ നിന്ന് വിഷാദത്തോടെ ആ ചെറുപ്പക്കാരൻ തിരിച്ചുപോയി. എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരികിൽ നിന്ന് വിഷാദത്തോടെ തിരിച്ചുപോയത്? വചനത്തിൽ എഴുതിയിട്ടുണ്ട്, കാരണം അവനേറെ സമ്പത്തുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരികിൽ നിന്ന് വിഷാദത്തോടെ തിരിച്ചുപോയി. അതിൻ്റെ കാരണം ഇതായിരുന്നു, അവന് ഏറെ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരികിൽ വന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലും ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഇതാണ്: ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിത്യജീവൻ ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ അപ്രകാരമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ചെറുപ്പക്കാരൻ നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ യേശു അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവനോട് പറഞ്ഞു, മോനെ, നിനക്കൊരു കുറവുണ്ട്, അതിതാണ്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അവനിലുള്ള ഈ കുറവ് അവന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു കുറവ് തനിക്കുണ്ടെന്ന് ആ മനുഷ്യന് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. ഇങ്ങനെ സമ്പത്തിനോടുള്ള മനോഭാവത്തിൽ തനിക്കൊരു കുറവുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. കർത്താവ് അതവന് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇങ്ങനൊരു കുറവ് അവനുള്ളത് അവന് തിരിച്ചറിയാൻ സാധിച്ചത്. കർത്താവ് അത് കാണിച്ചു കൊടുത്തിട്ടും ആ കുറവ് നികത്താൻ അവന് മനസ്സില്ലായിരുന്നു. അത് അത്രമാത്രം, അതുകൊണ്ട് തന്നെയാണ് അത് കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കർത്താവ് അത് കാണിച്ചു കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ ആ കുറവ് നികത്താൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ആ കുറവ് അവനില്ല എന്ന്, അല്ലെങ്കിൽ നമുക്ക് അവൻ അനുതാപം വന്നെന്ന് മനസ്സിലാക്കും. പക്ഷെ അവന്റെ ആ കുറവ് എത്ര ശക്തമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ചെറുപ്പക്കാരൻ വിഷാദത്തോടെ പോകുമ്പോഴാണ്. ആ ചെറുപ്പക്കാരൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്രമാത്രം അതൊരു കുറവാണെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് തോന്നും അതൊരു കുറവ് തന്നെയാണ്. എന്തുകൊണ്ടാ? അവന് യേശു പറഞ്ഞതുപോലെ കേൾക്കാനാകുന്നില്ല. അവൻ വിഷാദത്തോടെ തിരിച്ചു പോവുകയും. അപ്പോൾ യേശു അവന് ബോധ്യപ്പെടാതിരുന്ന ഒരു കുറവാണെന്ന് അവന് ബോധ്യപ്പെടാതിരുന്ന ഒരു പ്രത്യേകത കർത്താവ് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവനതൊരു കുറവാണെന്ന് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാത്ത ചില പ്രത്യേകതകൾ നമുക്കുണ്ട്. അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ഏസാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് ഒരു കുറവാണ് ഇതെന്ന് തിരിച്ചറിയാത്ത ഒരു പ്രത്യേകത ഭക്ഷണത്തോടുണ്ടായിരുന്നു. ഇതൊരു കുറവാണ്, എൻ്റെ ഈ പ്രത്യേകത ഒരു കുറവാണെന്ന് ഏസാവ് തിരിച്ചറിയാത്ത ഒരു പ്രത്യേക താല്പര്യം ഏസാവിന് ഭക്ഷണത്തോടുണ്ടായിരുന്നു, പായസത്തോടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാംസനെ കുറിച്ച് വായിക്കുമ്പോൾ സാംസന് എൻ്റെ ഈ പ്രത്യേകത ഒരു കുറവാണെന്ന് തിരിച്ചറിയാത്ത ഒരു പ്രത്യേകത സാംസന് ഒരു പ്രത്യേക താല്പര്യം സ്ത്രീകളോടുണ്ടായിരുന്നു. സ്ത്രീ വിഷയങ്ങളിൽ സാംസന് ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു കുറവാണെന്ന്
സാംസൺ തിരിച്ചറിയാത്ത ഒരു പ്രത്യേകത സാംസണ് സ്ത്രീകളോടുണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതൊരു കുറവാണെന്ന് ദാവീദ് തിരിച്ചറിയാത്തൊരു പ്രത്യേകത ദാവീദിന് സൗന്ദര്യത്തോടുണ്ടായിരുന്നു. അപ്പോൾ ദാവീദ് അത് തിരിച്ചറിയുന്നില്ല. ഇതൊരു കുറവാണെന്ന് അദ്ദേഹം തിരിച്ചറിയാത്തൊരു പ്രത്യേകത ദാവീദിന് സൗന്ദര്യത്തോടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ വ്യക്തികളും നമ്മൾ പരിശോധിക്കുമ്പോൾ, യൂദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതൊരു കുറവാണ് എന്നറിയാത്തൊരു പ്രത്യേകത യൂദാസിന് സമ്പത്തിനോടുണ്ടായിരുന്നു. ഇതൊരു കുറവാണ്, എന്റെ ഈ പ്രത്യേകത ഇതൊരു കുറവാണെന്ന് തിരിച്ചറിയാത്ത പ്രത്യേകത യൂദാസിന് സമ്പത്തിനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ നിർണായക ഘട്ടങ്ങളിൽ അവരുടെ ജീവിതം അവരിൽ നിന്ന് കൈവിട്ടു പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവസന്നിധിയിൽ ആത്മശോധന ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന മറ്റുള്ളവരിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്താലേ പലതും നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാത്ത പല പ്രത്യേകതകളും നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മളിങ്ങനെ പല ആളുകളെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ചില ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചിലപ്പോൾ നല്ലവരായിരിക്കാം. ആ വ്യക്തി തന്നെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ആ വ്യക്തിക്ക് ഇതൊരു കുറവാണെന്ന് തിരിച്ചറിയാത്ത കുറെ പ്രത്യേകതകൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായിരിക്കുന്നു, നല്ലവളായിരിക്കുന്നു, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കൂടെ താമസിക്കുന്നവർക്ക് അത്രയും നല്ല താല്പര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അത്രയും നല്ല താല്പര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. കാരണം ഈ വ്യക്തി ഇതൊരു കുറവാണെന്ന് തിരിച്ചറിയാത്ത കുറെ പ്രത്യേകതകൾ അയാൾക്കുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാം. നമ്മൾ തിരിച്ചറിയാത്ത ചില കുറവുകൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടാകാം. ഏസാവിനെ അലട്ടിയിരുന്നത് പോലെ, ദാവീദിനെ അലട്ടിയിരുന്നത് പോലെ, സാംസനെ അലട്ടിയിരുന്നത് പോലെ, യൂദാസിനെ അലട്ടിയിരുന്നത് പോലെ എനിക്കിങ്ങനെ ഒരു കുറവുണ്ടെന്ന് തിരിച്ചറിയാത്ത ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് സെമിനാരിയിലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെയൊക്കെ വൈദിക കാലഘട്ടത്തിലും സന്യാസ സമർപ്പണ ജീവിതത്തിലൊക്കെ ആത്മീയ പിതാക്കന്മാർ ഉണ്ടാകണം, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ സഭയും അധികാരികളൊക്കെ നിഷ്കർഷിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. നമ്മളിൽ പലർക്കും നമുക്ക് കുറവാണെന്ന് തിരിച്ചറിയാനാകാത്ത പല പ്രത്യേകതകളുമുണ്ട്. അത് എളിമയോടെ മറ്റുള്ളവർ കാണിച്ചു തരുമ്പോൾ കണ്ടെത്താനും അത് തിരുത്താനും നമുക്ക് സാധിച്ചാൽ ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാനാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ കുറിച്ച് കൂടുതൽ കരുതലുള്ളവരാകേണ്ടതുണ്ട്. നമ്മൾ ആത്മീയ ജീവിതത്തിന് നമ്മൾ കൂടുതൽ താല്പര്യം കൊടുക്കേണ്ടതുമുണ്ട്. നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ വിശുദ്ധിയിലേക്കും വളർച്ചയിലേക്കും നമ്മൾ ഓരോ ദിവസവും കടന്നു വരേണ്ടതുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും അതിന് ഈ ദിവസം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ കർത്താവ് 1 മുതലുള്ള തിരുവചനങ്ങളിൽ 10 കന്യകമാരുടെ ഉപമയാണ് പഠിപ്പിക്കുന്നത്. 10 കന്യകമാരുടെ ഉപമ നമ്മൾ ഏറെ വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഉപമയാണ്. ഈ 10 കന്യകമാർ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അതിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ 10 കന്യകമാരെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു. ഒരു ഉപമ ഈശോ പറയുകയാണ്. അതിൽ 5 പേരെ കർത്താവ് വിവേകവതികൾ എന്നാണ് വിളിക്കുന്നത്. 5 പേരെ കർത്താവ് വിവേകശൂന്യകൾ എന്നുമാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് 5 പേർ വിവേകവതികളായത്? എന്തുകൊണ്ടാണ് 5 പേരെ വിവേകശൂന്യകൾ എന്ന് വിളിക്കുന്നത്? 10 പേരും മണവാളനെ എതിരേൽക്കാൻ വിളക്കും പിടിച്ച് കാത്തിരുന്നവരാണ്. 10 പേരും മണവാളനെ എതിരേൽക്കാൻ വിളക്കും പിടിച്ച് കാത്തിരുന്നവരാണ്. പക്ഷേ അതിൽ 5 പേരെ മാത്രമാണ് ഈശോ വിവേകമുള്ളവർ, വിവേകവതികൾ എന്ന് വിളിക്കുന്നത്. 5 പേരെ ഈശോ വിവേകമില്ലാത്തവർ എന്നാണ് വിളിക്കുന്നത്. ആ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ മണവാളൻ വന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അവിടെ എന്താണ് സംഭവിച്ചത്? മണവാളൻ വന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അവിടെ സംഭവിച്ച കാര്യം ഇതായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് കന്യകമാർ വിളക്ക് തെളിക്കാൻ തുടങ്ങിയപ്പോൾ 5 കന്യകമാരുടെ കൈകളിലെ വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നു.
5 പേരുടെ കൈകളിലെ വിളക്കുകളിൽ എണ്ണയില്ലായിരുന്നു. എണ്ണയില്ലാത്ത കന്യകമാർ പെട്ടെന്ന് അസ്വസ്ഥരായി എണ്ണയുള്ള കന്യകമാരോട് ചോദിച്ചു, ഞങ്ങൾക്കും അല്പം എണ്ണ തരുമോ, കടം തരുമോ? അപ്പോൾ എണ്ണയുണ്ടായിരുന്ന കന്യകമാർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരുമെന്നതിനാൽ നിങ്ങൾ പുറത്ത് കച്ചവടക്കാരുടെ അരികിൽ പോയി വാങ്ങിക്കൊണ്ടുവരുവിൻ. അങ്ങനെ ആ അർദ്ധരാത്രിയിൽ ഈ കന്യകമാർ പുറത്തുപോയ സമയത്ത് മണവാളൻ വന്നു. മണവാളൻ വിളിച്ചു. ആ സമയം ഇവർ വിളക്കുകൾ തെളിച്ചു. മണവാളനോടൊപ്പം അവർ അകത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് പുറത്തുപോയി കന്യകമാർ വന്നപ്പോൾ അവർ വാതിലിൽ മുട്ടിയെങ്കിലും അവർക്കായി വാതിൽ തുറന്നില്ല. മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എന്നിട്ട് ഈശോ പറയുന്ന വചനം എങ്ങനെയാണ്? ആ സമയമോ മണിക്കൂറോ നിങ്ങളിൽ ആർക്കും അറിയുകയില്ല, അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകളുണ്ട്. ഒന്ന്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ കയ്യിൽ വിളക്ക് മാത്രം കരുതിയാൽ പോരാ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ കയ്യിൽ വിളക്ക് മാത്രം കരുതിയാൽ പോരാ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടാകണം. എന്താണ് ഈ എണ്ണ എന്ന് പറയുന്നത്? എന്താണ് ഈ എണ്ണയുടെ പ്രത്യേകത? ആ കന്യകമാർ കുറച്ച് എണ്ണ കടം ചോദിച്ചപ്പോൾ അവർക്ക് കടം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കടം കിട്ടാതിരുന്നത്? അതിന്റെ പ്രത്യേകത ഇതാണ്: ഈ എണ്ണ ആർക്കും കടം കൊടുക്കാൻ സാധിക്കുന്ന എണ്ണയല്ല, ആരിൽ നിന്നും കടം വാങ്ങാനാകുന്ന എണ്ണയുമല്ല. ആർക്കും കടം കൊടുക്കാനാകാത്ത എണ്ണയാണത്, ആരിൽ നിന്നും കടം വാങ്ങാനാകാത്ത എണ്ണയാണ്. എന്താണ് ആ എണ്ണ? കർത്താവ് അല്ലെങ്കിൽ ആ കന്യകമാർ ഈ എണ്ണയില്ലാതിരുന്ന കന്യകമാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോയി എണ്ണക്കച്ചവടക്കാരുടെ അരികിൽ പോയി അത് വാങ്ങിക്കൊണ്ടുവരിക. അർദ്ധരാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. അർദ്ധരാത്രിയിലും അവർ പുറത്തു ചെല്ലുമ്പോൾ എവിടെയാണ് എണ്ണക്കടകൾ തുറന്നു വച്ചിട്ടുള്ള എണ്ണക്കടകൾ എവിടെയാണുള്ളത്? വാസ്തവത്തിൽ അത് തമ്പുരാന്റെ എണ്ണക്കടയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തമ്പുരാന്റെ കടയിൽ പോയി എണ്ണ വാങ്ങിക്കൊണ്ടുവരിക. അതല്ലാതെ അർദ്ധരാത്രിയിൽ ഏത് എണ്ണക്കടകളാണ് തുറന്നു വെച്ചിട്ടുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ആഴമായ അർത്ഥങ്ങൾ ഈ ഉപമയ്ക്കുണ്ട്. ഈ എണ്ണ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി തന്റെ ആത്മാവിന്റെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുന്ന എണ്ണയാണ്. ആത്മീയ അഭിഷേകമാകുന്ന എണ്ണയാണ്. പുണ്യങ്ങളാകുന്ന എണ്ണയാണ്. ജീവിതത്തിന്റെ നന്മകളാകുന്ന എണ്ണയാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കും കടം കൊടുക്കാനാകാത്ത, ആരിൽ നിന്നും കടം വാങ്ങാനാകാത്ത എണ്ണയാണത്. തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസമുണ്ട്. നമ്മളെല്ലാവരും തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം. തമ്പുരാൻ ഒരുപക്ഷെ നമ്മോട് ചോദിക്കും, മോളെ, നിനക്ക് 60, 70, 80 ഒക്കെ വർഷങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? എന്നിട്ട് ഈ ജീവിത വിളക്ക് കത്തിക്കാൻ നീ എന്തുമാത്രം എണ്ണ കരുതിയിട്ടുണ്ട്? മോനെ, നിനക്ക് ഈ 50, 60, 80, 90, 100 ഒക്കെ വർഷം ജീവിക്കാൻ ഞാൻ തന്നിട്ട് നിന്റെ ജീവിത വിളക്ക് തെളിക്കാൻ നീ എന്തുമാത്രം എണ്ണ കരുതിയിട്ടുണ്ട്? അന്ന് കൂടെ പഠിച്ചവരും കൂടെ സിസ്റ്ററായവരും കൂടെ അച്ഛനായവരും ഒക്കെ തമ്പുരാന്റെ മുമ്പിൽ ആവശ്യത്തിന് എണ്ണയുമുള്ള വിളക്കും പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ ആ സങ്കടം എത്ര വലുതായിരിക്കും? സ്നേഹമുള്ളവരെ, ഇത് ആർക്കും കടം കൊടുക്കാനാകുന്നതല്ല, ആരിൽ നിന്നും കടം വാങ്ങാനാകുന്നതുമല്ല ഈ എണ്ണ. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാളേക്ക് വേണ്ടി, വരാനിരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി കരുതി വെക്കേണ്ട എണ്ണയെക്കുറിച്ചാണ് തമ്പുരാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നതും നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഈ കരുതി വെക്കാനാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കരുതി വെക്കുന്നുണ്ട്. അതൊക്കെ ഈ ജീവിതത്തിന് വേണ്ടിയാണ്. ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ അധ്വാനിക്കുന്നതും കരുതി വെക്കുന്നതും എല്ലാം നമ്മൾ ഈ ലോകത്തിൽ ഇട്ടുപോകുന്നതാണ്. പ്രത്യേകിച്ച് സന്യസ്തരും വൈദികരുമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ എണ്ണ കരുതേണ്ടവരാണ്. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ അമ്മമാരെക്കുറിച്ച്, അപ്പന്മാരെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയാണ്, എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപ്പനാണ്, എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ എണ്ണ സൂക്ഷിച്ചു വയ്ക്കാനുള്ള അവസരവും ഭാഗ്യവും ദൈവം തന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നാളേക്ക് വേണ്ടി എന്തുമാത്രം എണ്ണ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്? എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇന്ന് എൻ്റെ കൂടെ സന്തോഷിക്കാൻ കൂടിയവരും, ഇന്ന് എൻ്റെ കൂടെ തെറ്റ് ചെയ്യാൻ കൂടിയവരും, ഇന്ന് എൻ്റെ കൂടെ
പല കാര്യങ്ങൾക്കും കൂട്ടുനിന്നവരും ഒന്നും അന്ന് അവിടെ ഉണ്ടാകുകയില്ല. അടുത്ത് ഒറ്റയ്ക്കാണ് തമ്പുരാന്റെ മുമ്പിൽ നിന്ന് ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത്. മോളെ, നിനക്ക് എത്രയോ വർഷങ്ങൾ ഞാൻ തന്നു. മോനെ, നിനക്ക് എത്രയോ വർഷങ്ങൾ ഞാൻ നിനക്ക് തന്നു. എന്തുമാത്രം എണ്ണ നിനക്ക് കരുതി വയ്ക്കാമായിരുന്നു നിന്റെ ജീവിത വിളക്ക് തെളിക്കാൻ. പക്ഷേ നീ എന്തുമാത്രം കരുതിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് തമ്പുരാന്റെ ഒരു മുന്നറിയിപ്പാണ്. തമ്പുരാൻ പറയുകയാണ്, ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ നിങ്ങളിൽ ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. നമ്മളിൽ പലരും ഏറെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഏറെ വർഷങ്ങൾ ചെലവഴിച്ചും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനാകട്ടെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാകട്ടെ, കോൺഗ്രിഗേഷന് വേണ്ടിയാകട്ടെ, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പണിതുകൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുമാകട്ടെ, അത് അടുത്ത ജീവിതത്തിൽ നിനക്കെന്ത് പ്രയോജനം ചെയ്യും? അത് നിന്റെ കയ്യിലുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണയായി മാറുമോ? നിന്റെ ജീവിത വിളക്ക് കത്തിക്കാനുള്ള എണ്ണയായി നീ ഇന്ന് സമയം ചെലവിടുന്ന പല കാര്യങ്ങളും നിനക്ക് മാറ്റിയെടുക്കാനാകുമോ? നിന്റെ ജീവിത വിളക്ക് തെളിക്കാനുള്ള എണ്ണയായി നീ ഇന്ന് കഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും, നിന്റെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പലതും അന്ന് നിന്റെ ജീവിത വിളക്ക് കത്തിക്കാനുള്ള എണ്ണയാക്കി നിനക്ക് മാറ്റാനാകുമോ? മാറ്റാനായില്ലെങ്കിൽ തീർച്ചയായും അതൊരു പരാജയമായിരിക്കും, അതൊരു ദുഃഖമായിരിക്കും, സങ്കടമായിരിക്കും. തീർച്ചയായും കൂടെ പഠിച്ചവരും കൂടെ ജീവിച്ചവരും, ഒരുപക്ഷെ കൂട്ടത്തിൽ വിവരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിയവരും, കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയവരുമൊക്കെ ദൈവസന്നിധിയിൽ ആവശ്യത്തിന് എണ്ണയുമായിട്ട് അവരുടെ വിളക്കും പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ, ഈ ഭൂമിയിൽ മിടുക്കനെന്നും മിടുക്കിയെന്നും കൂട്ടുകാർ വിളിച്ച ഞാൻ ഒരു തുള്ളി എണ്ണയില്ലാതെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ അത് തീർച്ചയായും അത് ഈ ജീവിതത്തിൽ ഏറെ സങ്കടകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്, മക്കളെ, എപ്പോഴും ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ച്, ആത്മീയ നന്മകളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ ഒരു വ്യക്തിയുടെ നന്മകൾ എപ്പോഴും എടുത്തു പറയുന്ന പിതാവാണ്. അതോടൊപ്പം കുറവുകൾ കാണിച്ചു തരുന്ന ദൈവവുമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 1-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണും. അവിടെ നഥാനിയേൽ എന്നാണ് ആ മനുഷ്യന്റെ പേര്. നഥാനിയേൽ യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ, നഥാനിയേൽ യേശുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ, നഥാനിയേലിനോട് യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, ഇതാ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്തൊരു വ്യക്തി. പറയുന്നതാരാണ്? പറയുന്നത് ഈശോ, തമ്പുരാനാണ് പറയുന്നത്. കാപട്യമില്ലാത്തൊരു വ്യക്തി, നിഷ്കളങ്കനായ ഒരു വ്യക്തി, ഒരു കളങ്കവുമില്ലാത്ത വ്യക്തി. ഇത് കേട്ടപ്പോൾ നഥാനിയേൽ തിരികെ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? നീ എന്നെ എങ്ങനെ അറിയുന്നു? ഞാൻ നല്ലവനാണെന്ന് നീ എങ്ങനെയാ അറിയുന്നത്? ഞാൻ നിഷ്കളങ്കനാണെന്ന് നീ എങ്ങനെയാ അറിയുന്നത്? ഞാൻ കാപട്യമില്ലാത്തവനാണെന്ന് നീ എങ്ങനെയാ അറിയുന്നത്? വളരെ മനോഹരമായൊരു ചോദ്യമാണ് നഥാനിയേൽ തിരികെ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ളവനാണെന്ന് നീ എങ്ങനെയാ അറിയുന്നത്? അതിന് യേശു കൊടുത്ത മറുപടി ഇതായിരുന്നു: ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. യേശുവിന്റെ വാക്കുകൾ അവന് ഒത്തിരിയേറെ ഉൾക്കാഴ്ചകൾ നൽകി. നഥാനിയേലിന് മനസ്സിലായി, കഴിഞ്ഞ നാളുകളിൽ താൻ ഇരുന്നിട്ടുള്ള ഇടങ്ങളും സഞ്ചരിച്ചിട്ടുള്ള വഴികളും ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായി അറിയുന്നവന്റെ മുമ്പിലാ താൻ നിൽക്കുന്നതെന്ന്. പിന്നീട് നഥാനിയേൽ യേശുവിനോട് തിരിച്ചൊന്നും ചോദിക്കുന്നില്ല. നഥാനിയേൽ യേശുവിനോട് പറയുന്നതാണ്, നീ ദൈവപുത്രനാണ്, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിലെ വലിയൊരു ഗുരുവാണ്. അത് നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിലെ വലിയ ഗുരുവാണ്. കാരണം എന്റെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇരുന്നിട്ടുള്ള ഇടങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിനക്കറിയാം. ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയാം. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം.
ദൈവപുത്രനല്ലാതെ നിനക്കത് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നഥാനിയേൽ വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം നഥാനിയേലിന്റെ കാതുകൾ ഭാഗ്യമുള്ള കാതുകളാണ്, പുണ്യം ചെയ്ത കാതുകളാണ്. കാരണം ജീവൻ നൽകുന്നവൻ തമ്പുരാൻ തന്നെ പറയുക, നീ നല്ലവനാണ്, കാപട്യമില്ലാത്തവനാണ്, നിഷ്കളങ്കനാണ്. തീർച്ചയായും സ്നേഹമുള്ളവരെ, നഥാനിയേലിനെ പോലെ കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് നല്ലത് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുക, അത് തീർച്ചയായും വലിയൊരു ഭാഗ്യമാണ്. അതിന് നമുക്ക് അവസരമുണ്ടാകട്ടെ. തീർച്ചയായും ദൈവം നമ്മളിലുള്ള നന്മകൾ കാണുന്നവനാണ്, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കാണുന്നവനാണ്. തെറ്റുകൾ മാത്രം കാണുന്നവനല്ല, നല്ല കാര്യങ്ങൾ കാണുന്നു. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത്, മറ്റുള്ളവരെ സ്നേഹിച്ചത്, കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്ത സഹനങ്ങൾ എല്ലാം എന്റെ തമ്പുരാൻ കാണുന്നു, എല്ലാം എന്റെ ദൈവം അറിയുന്നു. പക്ഷെ ദൈവത്തിന്റെ അത്ഭുതകരമായി ഈ അറിവിനൊരു പ്രത്യേകതയുള്ളത്, നല്ല കാര്യങ്ങൾ ദൈവം അറിയുന്നു, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും ദൈവം അറിയുന്നു. സമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അവിടെ നമ്മൾ അതാണ് കാണുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ആ സ്ത്രീ പട്ടണത്തിൽ ചെന്ന് പട്ടണത്തിലുള്ളവരോട് എന്താണ് പറയുന്നത്? ആ സ്ത്രീ പട്ടണത്തിൽ ചെന്ന് പട്ടണത്തിലുള്ളവരോട് പറയുന്നത് 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പട്ടണത്തിൽ ചെന്ന് അവൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം, ഈ ജീവിതത്തിൽ ഞാൻ കണ്ടുകൂട്ടിയതെല്ലാം, ഈ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുകൂട്ടിയതെല്ലാം, ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭവമായിരുന്നു. യേശു അവളോട് ചോദിച്ചു, യേശു അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട് വളരെ മനോഹരമായി പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ കൂടെ ഇപ്പോൾ കഴിയുന്നവൻ നിന്റെ ഭർത്താവല്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, തന്റെ കഴിഞ്ഞ കാലവും താൻ കടന്നുപോയ അനുഭവങ്ങളും കണ്ടുമുട്ടിയ വ്യക്തികളും ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരുവന്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന്. അതവളെ അനുതാപത്തിലേക്ക് നയിച്ചു, അതവളെ കണ്ണുനീരിലേക്ക് നയിച്ചു. അവൾ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. അവൾ സൗഖ്യമുള്ളവളായി മാറി. സൗഖ്യമുള്ളവളായി മാറിയിട്ട് അവൾ പിന്നെ വെറുതെ ഇരിക്കുകയല്ല, യേശുവിന്റെ പ്രേക്ഷിതയായി മാറി. അവൾ പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിൽ പോയിട്ട് പട്ടണവാസികളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ നിങ്ങളും വന്ന് കാണണം, നിങ്ങളുടെ ജീവിതത്തിലും സൗഖ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 2 സാധ്യതകളാണ് നമുക്കുള്ളത്. 2 സാധ്യതകൾ കർത്താവിന്റെ മുമ്പിൽ ഈ 2 മനുഷ്യർ നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമത്തെ ഒരു സാധ്യത ഇതാണ്: നഥാനിയേലിനെ പോലെ നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ഇടവരാം, നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കാം. ഒരുപക്ഷെ സമരിയക്കാരി സ്ത്രീയെ പോലെ നല്ലതും മോശവുമായ കാര്യങ്ങൾ കേൾക്കാൻ ഇടവരാം. ഇത് 2 കേട്ടാലും നമ്മൾ ഒരു തുറവിയുള്ള മനസ്സിന് ഉടമസ്ഥരാണെങ്കിൽ ഖേദിക്കേണ്ടതില്ല. കാരണം 2 പേരും രക്ഷയുടെ വഴികളിലേക്ക് കടന്നു വരികയാണ്. 2 പേരും കൂടുതൽ ദൈവാനുഭവങ്ങളിലേക്ക് കടന്നു വരികയാണ്. സമരിയക്കാരി സ്ത്രീയും അവളുടെ ഉള്ളു തുറന്ന് അവന്റെ മുമ്പിൽ അനുതാപത്തോടെ ഉള്ളു തുറന്ന് ചെയ്തതെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അതെല്ലാം മോചിച്ച് സൗഖ്യം നൽകി അവളെ ഒരു പുതിയ പ്രേക്ഷിതയാക്കി സൗഖ്യമുള്ളവളാക്കി മാറ്റി. അപ്പോൾ ഈ സൗഖ്യത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്നു വരാൻ തുറവിയാണ് വേണ്ടത്. നമ്മളെല്ലാവരും ബലഹീനരാണ്, നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്. ബലഹീനരായവരെയാണ് ദൈവം എപ്പോഴും തെരഞ്ഞെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ, രക്ഷയിലേക്ക് കടന്നു വരാൻ, ജീവനിലേക്ക് കടന്നു വരാൻ നമുക്കാവശ്യം ഒരു തുറവിയാണ്. ഈ സ്ത്രീ തയ്യാറായതുപോലെ എന്റെ ജീവിതത്തിലുള്ളത്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നവന്റെ മുമ്പിൽ ഒരു തുറന്ന ഹൃദയത്തോടെ ആയിരിക്കുക. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി ഒന്ന് ഏറ്റുപറയാനുള്ളൊരു മനസ്സ് കാണിക്കുക. തീർച്ചയായും എങ്കിൽ രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കും. കാരണം എല്ലാം അറിയുന്നവന്റെ മുമ്പിൽ ഒന്നും മറച്ചുവെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറച്ചുവെക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ദൈവത്തിന് മുമ്പിൽ ഒന്നും മറച്ചുവെക്കാനാകില്ല. തെരഞ്ഞെടുത്തവന്റെ മുമ്പിൽ ഒന്നും മറച്ചുവെക്കാനാകില്ല. അതുകൊണ്ട് ഒരു അനുതാപമുള്ള ഹൃദയം, തുറവിയുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 42-ാം തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 42-ാം തിരുവചനം. അവിടെ ഈശോ ജെറൂസലേമിനെ നോക്കി വിലപിക്കുന്നതാണ് നമ്മൾ വായിക്കുക. യേശു ജെറൂസലേമിനെ നോക്കി വിലപിക്കുന്ന ഇപ്രകാരമാണ്: സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, ദൃഷ്ടികൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജെറൂസലേമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിലപിക്കുകയാണ്. ജെറൂസലേമിനെ നോക്കി വിലപിച്ചതാണ്: സമാധാന മാർഗമായ ക്രിസ്തുവിന്റെ വഴികളെ നിങ്ങൾ കാണാതെ പോകുന്നു. ഇന്നെങ്കിലും, ഈ ദിവസത്തിലെങ്കിലും അതൊന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്നെങ്കിലും അതൊന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈശോ പ്രാർത്ഥിക്കുക. ഈ സമാധാനത്തിന്റെ വഴികളെ, സമാധാന മാർഗങ്ങളെ ഇന്നെങ്കിലും ഒന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈശോ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈശോ, വിലപിക്കുന്ന ഈശോ തുടർന്നിങ്ങനെ കൂട്ടിച്ചേർക്കുക: നിന്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നീ മനഃപൂർവ്വം നോക്കാത്തത് കൊണ്ട് കാണുന്നില്ല എന്നോ, ആ വശത്തേക്ക് നോക്കാത്തത് കൊണ്ട് കാണുന്നില്ല എന്നോ അല്ല ഈശോ പറഞ്ഞത്. മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മറയ്ക്കപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ മറച്ചു പിടിക്കുന്ന ആരോ ഉണ്ട്. സത്യത്തിൽ നിന്ന്, സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന്, സുവിശേഷത്തിന്റെ പ്രകാശത്തിൽ നിന്ന്, സമാധാനത്തിന്റെ മാർഗത്തിൽ നിന്ന് കണ്ണുകളെ മറച്ചു പിടിക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ച് ഈശോ നമുക്ക് മുന്നറിയിപ്പ് തരിക. മറയ്ക്കപ്പെട്ടിരിക്കുന്ന കണ്ണുകൾ, വ്യക്തതയോടുകൂടെ കാണാനാകാത്ത കണ്ണുകൾ, ശരിയായ കാഴ്ച ലഭിക്കാത്ത കണ്ണുകൾ, അതേക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. അതെ, കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ആത്മശോധന ചെയ്യുന്നതും കണ്ടെത്തുന്നതും നല്ലതാണ്. എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? എന്താണ് മറച്ചു പിടിക്കുന്നവന്റെ ലക്ഷ്യം? നമ്മൾ 2 കൊറിന്തോസ് 4:3 വായിച്ചാൽ, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? തന്നിമിത്തം മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. വളരെ മനോഹരമായിട്ട് വചനം പറയുകയാണ്: ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും ഗ്രഹിക്കാനാകുന്നില്ല എങ്കിൽ, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും സ്വീകരിക്കാനാകുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർ മാത്രമാണ്. അതിന്റെ കാരണം എന്താണ്? ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്, മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? തന്നിമിത്തം മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ പ്രകാശം ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കുക. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കൊച്ചു സംഭവം. ഒരിക്കൽ ഒരു സ്ത്രീ അവിടെ മുറി വൃത്തിയാക്കുവാനായിട്ട് ചൂലുമായിട്ട് ഇറങ്ങി. ഒരു സ്ത്രീ ഒരിക്കൽ അങ്ങനെ മുറി വൃത്തിയാക്കുവാൻ ചൂലും പിടിച്ച് അങ്ങനെ മുറിയിലേക്ക് ചെന്നു. മുറിയിലേക്ക് ചെന്നിട്ട് അവർ മുറിയിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഒന്നും വൃത്തിയാക്കാനുള്ളത് അവിടെ കാണുന്നില്ല. ഒന്നും വൃത്തിയാക്കാനുള്ളത് അവർ കാണുന്നില്ല. അവരെങ്ങനെ ഒന്നും വൃത്തിയാക്കാനില്ലല്ലോ എന്ന് ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രഭാതമായി കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ അടച്ചിട്ട മുറിയിലേക്ക്, അടച്ചിട്ട ജനൽപ്പാളികൾക്കിടയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിലൂടെ ഒരു പ്രകാശത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം അകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഈ
ഇവിടെ കതകിന്റെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ അകത്തേക്ക് പോകുന്ന പ്രകാശം. നമുക്കറിയാലോ, പ്രകാശം പോകുമ്പോൾ ഇങ്ങനെ വലുതായി വലുതായി പോകും. അങ്ങനെ ആ പ്രകാശം മുറിക്കകത്തേക്ക് പോയപ്പോൾ ആ സ്ത്രീ ആ പ്രകാശത്തിൽ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച ഇതാണ്. ആ മുറിയിൽ നൃത്തം ചെയ്യുന്ന കുറേ മാലിന്യങ്ങൾ ആ പ്രകാശത്തിൽ ആ സ്ത്രീ കണ്ടു. ആ പ്രകാശം പോയി നിൽക്കുന്നിടത്ത് ഒത്തിരിയേറെ മാലിന്യങ്ങൾ കിടന്ന് നൃത്തം ചെയ്യുന്നത് ആ സ്ത്രീ കണ്ടു. ഒത്തിരിയേറെ അഴുക്കുകൾ അവിടെ കിടന്ന് ചാടിക്കളിക്കുന്നത് ആ സ്ത്രീ കണ്ടു. അപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി, ഈ മുറിയിൽ വൃത്തിയാക്കാൻ കുറേയുണ്ട്, പ്രകാശമില്ലാത്തതുകൊണ്ടാണ് അത് വേണ്ടതുപോലെ കാണാത്തത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് കരുതി നമ്മൾ ഇരിക്കുമ്പോൾ തമ്പുരാന്റെ പ്രകാശം കടന്നു വരുമ്പോഴാണ്, സുവിശേഷത്തിന്റെ പ്രകാശം കടന്നു വരുമ്പോഴാണ് അവിടെ തുള്ളിച്ചാടി കളിക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് കാണാനാവുക. അവിടെ തുള്ളിച്ചാടി കളിക്കുന്ന പൊടികൾ നമുക്ക് കാണാനാവുക. അവിടെ തുള്ളിച്ചാടി കളിക്കുന്ന മാലിന്യങ്ങൾ നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാനാവുക. ക്രിസ്തുവിന്റെ പ്രകാശം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്, ക്രിസ്തുവിന്റെ പ്രകാശം ഒരു ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വൃത്തിയാക്കാൻ പലതുമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ സ്ത്രീ ചൂലും പിടിച്ച് വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് കരുതി നിന്നപ്പോൾ അകത്തേക്ക് കടന്നു വന്ന ഒരു പ്രകാശത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ആ സ്ത്രീക്ക് ഈ വലിയ ബോധ്യം കൊടുത്തത്. വൃത്തിയാക്കേണ്ട പലതും ഈ മുറിയിലുണ്ട്, പ്രകാശം വേണ്ടതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണാത്തത്. നമ്മളിൽ പലരും അങ്ങനെയാണ് ഈ ജീവിതത്തിൽ. വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് കരുതിയാ പലരും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ സുവിശേഷത്തിന്റെ പ്രകാശം കൂടുതൽ കൂടുതൽ അകത്തേക്ക് കടന്നു വരുന്നതനുസരിച്ച്, യേശുവിന്റെ പ്രകാശം കൂടുതൽ കൂടുതൽ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതനുസരിച്ച് വൃത്തിയാക്കേണ്ട പലതും ഈ ഹൃദയത്തിലുണ്ടെന്നും വൃത്തിയാക്കേണ്ട പലതും ഈ ജീവിതത്തിലുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശത്തെ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നും നമ്മുടെ കണ്ണുകളൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്.